ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി ചോറ് റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഈ റെസിപ്പി തയ്യാറാക്കണം നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10-20 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 8-10 വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, അതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് പോകുന്ന വരേക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ മസാലകളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാ മസാലകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ 3 മസാലകൾ മാത്രമേ ഇവിടെ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മസാലകളുടെയൊക്കെ പച്ചമണം ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ ഉച്ചയ്ക്ക് വെക്കണ ചോറ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചൂടിൽ കടന്നിട്ട് തന്നെ ഈ ചോറും ഈ മസാലയും കൂടി നല്ല രീതിയിലൊന്ന് സെറ്റാവും. അപ്പോൾ നമ്മുടെ ചോറും മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ നോക്കിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഈ റൈസിന്. അപ്പം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള ഒരു ചോറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിലൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.